ഇന്നലെ സ്വാശ്രയ ഫീസ് വർധനവിനെതിരെ സമരം നടത്തിയ KSU വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് ലാത്തിച്ചാർജാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഹൈബിയുടനാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയിരിക്കുന്നത്. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടുവെന്നാണ് ഹൈബിയുടെ ആരോപണം. പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സ്വാശ്രയ സമരം ഒരു ന്യായമായ സമരമായിരുന്നു. ഈ സമരത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ക്രൂരമായി പോലീസ് സമരക്കാരെ നേരിട്ടു. പോലീസ് നരനായാട്ടാണ് നടത്തിയത്. നൂറുകണക്കിന് പോലീസുകാർ വളഞ്ഞിട്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. സമരത്തിലുണ്ടായിരുന്ന KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായ വനിതാ നേതാവിന് നേരെ വനിതാ പോലീസുകാർ നോക്കി നിൽക്കെ പുരുഷ പോലീസുകാർ മർദ്ദനം അഴിച്ചുവിട്ടു. കണ്ടോൺമെന്റ് AC യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വനിതാ നേതാവിനെ അസഭ്യവർഷം നടത്തി. ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് അവരെ എത്തിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചു. സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട ഡോക്ടർമാരിലൂടെ നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഡോക്ടർമാർക്കെതിരെയും നടപടി വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒരു തരത്തിലുള്ള പോലീസ് അതിക്രമവും ഉണ്ടായിട്ടില്ല. മുട്ടൻ വടികളും കയ്യിലൊതുങ്ങാത്ത കല്ലുകളുമായാണ് സമരക്കാർ എത്തിയത്. പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറ് നടന്നു. ഈ സാഹചര്യത്തിൽ ഗതാഗത തടസ്സം കൂടി ഉണ്ടായതോടെയാണ് പോലീസിന് ഇടപെടേണ്ടി വന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ടിയർ ഗ്യാസുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. 68 പേർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. ഏതോ ഒരു കൂട്ടർ വിദ്യാർത്ഥികളെ മനഃപൂർവ്വം ഇളക്കിവിട്ടു എന്ന് സംശയിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചികിത്സ നിഷേധിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു. അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ വീണ്ടും വിശദീകരണം നൽകുകയാണ്. CG, മുഖ്യമന്ത്രിയുടെ ഈ മറുപടി കൃത്യമല്ല എന്നാണോ സ്പീക്കറുടെ റൂളിംഗ്? സ്പീക്കർ എന്താണ് ശരിവച്ചിരിക്കുന്നത്? സ്പീക്കറുടെ റൂളിംഗ് അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ളതല്ല. മറിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷം സഭയിൽ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതത് വകുപ്പുകൾ കൃത്യമായ മറുപടി നൽകുന്നില്ല. 10-ാം തീയതി സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് സ്പീക്കർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അംഗങ്ങളുടെ അവകാശത്തിന്മേലുള്ള ലംഘനമാണിത്. 240ഓളം ചോദ്യങ്ങൾക്കാണ് ഒരു ദിവസം മറുപടി ഇല്ലാതിരുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഈ പരാതി വസ്തുതാപരമാണെന്നാണ് ഇന്ന് സ്പീക്കറുടെ റൂളിംഗ്. നേരത്തെയും ഇത്തരത്തിൽ റൂളിംഗുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുണപരമായ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. ഇതിന് നിരത്തുന്ന ന്യായവാദങ്ങൾ അംഗീകരിക്കാവുന്നതുമല്ല. നിരുത്തരവാദപരമായ സമീപനമാണിത്. അതുകൊണ്ട് ഈ സഭാ സമ്മേളനം അവസാനിക്കുന്ന 25-ാം തീയതിക്ക് മുൻപ് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അതത് വകുപ്പുകൾ നൽകിയിരിക്കണമെന്നാണ് ഇന്ന് സ്പീക്കറുടെ റൂളിംഗ്. CG, ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച ഹൈബിയുടെ അടിയന്തര പ്രമേയത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? KSU പ്രവർത്തകരുടെ പുറത്ത് പോലീസിന്റെ ലാത്തിയടിയേറ്റ് തിണർത്ത പാടുകൾ ഇവിടെ ജനം മുഴുവൻ കണ്ടതാണ്. ഈ വിഷയത്തിൽ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു KSU പ്രവർത്തകർ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എത്ര പോലീസുകാർക്ക് പരിക്കേറ്റു? പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിക്കുന്നുണ്ടോ? മാത്രമല്ല, ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മണിക്കൂറുകളോളം ചികിത്സ നിഷേധിച്ച് അവരെ അഡ്മിറ്റ് ചെയ്യാൻ അവിടെ ആശുപത്രി അധികൃതർ തയ്യാറാകാതിരിക്കുകയും പിന്നീട് ഉമ്മൻചാണ്ടി അടക്കം അവിടെ കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായോ? മുഖ്യമന്ത്രി ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. 12 പേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അവരെ OP ടിക്കറ്റ് നൽകി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്ക് വിവിധ വകുപ്പുകളിലേക്ക് അവരെ അയച്ചു. ഇതിൽ ഒരാൾ 2 OP ടിക്കറ്റ് എടുത്ത സംഭവവും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ എത്തി കുത്തിയിരിപ്പ് സമരം നടത്തിയതിനു ശേഷമാണ് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ താൻ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സ നിഷേധിച്ച സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. 10 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. അഡ്മിറ്റ് ചെയ്യാൻ സമയം വൈകിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും നിലനിൽക്കുന്നതല്ല. 12 പേർ ആശുപത്രിയിൽ എത്തിച്ചു. അവർ 2 പേർ ഇന്നലെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. ബാക്കി 10 പേരുടെ ചികിത്സ അവിടെ തുടരുന്നുവെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടി. ചികിത്സ നിഷേധിക്കുകയും അഡ്മിറ്റ് ചെയ്യാൻ വിമുഖത കാട്ടുകയും ചെയ്തു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി പാടെ തള്ളി. എന്നാൽ സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട ഡോക്ടർമാരിലൂടെ നടപ്പാക്കുകയാണ് ചെയ്തത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആവശ്യമായ ചികിത്സ നൽകാൻ വിസമ്മതിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാത്രി ആശുപത്രിയിൽ എത്തി. അതിനുശേഷമാണ് അവിടെ അഡ്മിറ്റ് ചെയ്യാനെങ്കിലും ഡോക്ടർമാർ തയ്യാറായത്. കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ അപ്പോഴും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് പരിക്കേറ്റെത്തിച്ച വിദ്യാർത്ഥികളെ രാത്രി 8 മണിക്ക് ഉമ്മൻചാണ്ടി എത്തിയതിനു ശേഷമാണ് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർ തയ്യാറാകാത്തതിനെ തുടർന്ന് സർജിക്കൽ ICUവിൽ നിന്നുള്ള ഡോക്ടർ എത്തിയാണ് ഈ വിദ്യാർത്ഥികളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം.